നമസ്കാരം, ഞാൻ ആൻ്റണി, ഇൻഷൂറിയോ സ്മാർട്ട് വലക്കാവ്. നമ്മൾ കഴിഞ്ഞ മാസം നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് റോഡ് ആക്സിഡൻറ്റ് പോളിസി ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. അതുപോലെ ഈ മാസം നമ്മളത് 3 പേർക്കാണ് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ സംശയം ചോദിച്ചിരുന്നു, ഇതെന്ത് പോളിസിയാണുള്ളത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് റോഡ് ആക്സിഡൻറ്റ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാറും ബൈക്കൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കിട്ടുന്ന പോളിസിക്ക് നമുക്ക് ആക്സിഡൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ എക്സ്പെൻസ് കിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് പോളിസി എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പോളിസിയാണ് റോഡ് ആക്സിഡൻറ്റ് എക്സ്പെൻസ് പറഞ്ഞ ഈ പോളിസി. അപ്പോൾ ഇത് നമ്മൾ നറുക്കെടുപ്പിലൂടെ 3 ആൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെ നിങ്ങൾ പ്രൊമോഷൻ്റെ ഭാഗമാണെങ്കിൽ എന്തിനാണ് ഈ പോളിസിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം, അപ്പോൾ കുറച്ച് കളർഫുള്ളായിട്ടുള്ള എന്തെങ്കിലും കൊടുത്തു തുടങ്ങി. പക്ഷേ ഇത് നമുക്ക് കാണുമ്പോൾ കളർഫുൾ അല്ലെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് ഉപകാരമാവുന്ന സമയത്ത് 2 ലക്ഷം രൂപയുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസാണ് ഇതിൽ മീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ വില അറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ കാറും ബൈക്കും ഓടിക്കുന്ന എല്ലാവരും ഈ റോഡ് ആക്സിഡൻറ്റ് പോളിസി എടുത്തിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ. നമുക്ക് ഈ റോഡ് ആക്സിഡൻറ്റ് പറ്റുന്ന സമയത്ത് കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിലൊന്നും നമുക്ക് റോഡ് ആക്സിഡൻറ്റ് ഹോസ്പിറ്റൽ എക്സ്പെൻസ് കിട്ടില്ല. അതിന് നമ്മൾ സെപ്പറേറ്റ് പോളിസി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പോളിസിയാണ് 2 ലക്ഷം രൂപയുടെ കവറേജ്. അത് ആർക്ക് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് 500 രൂപയാണ് അതിന് ചാർജ് വരുള്ളൂ ഒരു വർഷത്തേക്ക്. 2 ലക്ഷം രൂപയുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് അതിൽ കവർ ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ഈ മാസം നമ്മൾ 3 പേർക്കാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പാണ് ഇപ്പോൾ നമ്മൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സംശയം മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത എല്ലാവരും ഒരു റോഡ് ആക്സിഡൻറ്റിൽ എക്സ്പെൻസ് കിട്ടുന്ന പോളിസി എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, നമുക്ക് നറുക്കെടുത്താലോ. അപ്പോൾ നമ്മൾ നറുക്കെടുക്കാൻ പോവാണ്. ഇതെൻ്റെ മക്കളാണ്. പേര് പറഞ്ഞ ജെറോം, ജൂഡ്. അപ്പോൾ നമ്മൾ നറുക്കെടുക്കാൻ പോവാണ് കേട്ടോ. ഇളക്കിയാൽ മതി. എടുത്തോ. 24. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കിട്ടിയിരുന്ന ആളുടെ നമ്പർ 24 ആണ്. അപ്പോൾ ഇനി അടുത്തത് നറുക്കെടുക്കാം. ഇനി 2 എണ്ണം ബാക്കിയുണ്ട് കേട്ടോ. ചൂട് പിടിച്ച ജെറോം കൊടുക്കും. നന്നായി ഇളക്കിയിട്ട് എടുക്കുക. കുഴപ്പമില്ല. 31. രണ്ടാമത്തെ നമ്പർ 31 ആണ്. ഇനി ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. നന്നായി ഇളക്കിയിട്ട് എടുക്കും. മൂന്നാമത്തെ ആളുടെ 35 ആണ്. ഓക്കെ, ഈ നമ്പറിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പം നമ്മുടെ നറുക്കെടുപ്പ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാ മാസവും ഇങ്ങനെ നറുക്കെടുപ്പ് നടത്താനുള്ള ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ ഇൻഷുറൻസിനെ പറ്റിയിട്ട് എന്ത് സംശയം നിങ്ങൾക്കുണ്ടെങ്കിലും എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇതിൽ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇൻഷുറൻസ് എവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കാം. പ്രത്യേകിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും. പക്ഷേ നമ്മൾ ക്ലെയിമിന് വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലാനായിട്ടൊരു തേർഡ് പാർട്ടി പേഴ്സൺ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് നിന്ന് മാത്രം പോളിസി എടുക്കുക. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾക്ക് എൻ്റെ നമ്പറിൽ എപ്പോൾ വേണമെങ്കിൽ വിളിക്കാം. ഞാൻ ഒരു 10ഓളം കമ്പനികളുടെ ഇൻഷുറൻസ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഏത് സ്കീം വേണമെങ്കിൽ എനിക്ക് ചെയ്തു തരാൻ പറ്റും. കാരണം ഓരോ ബ്രാൻഡിനും പ്രത്യേകം ഡിസ്കൗണ്ടാണ് ഓരോ ഇൻഷുറൻസ് കമ്പനിയും കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 10-12ഓളം കമ്പനികളായിട്ട് ടൈപ്പിലാണ് നമ്മൾ ഇൻഷുറൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു.